ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലഡു ആണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് നമുക്കൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. കാരണം നമ്മൾ വാങ്ങിക്കുന്നതല്ലേ, അതിനകത്ത് നല്ല കട്ടയും തരിയൊക്കെ കാണും. അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാടങ്ങ് ലൂസ് ആക്കരുത്. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഒഴിക്കേണ്ടത് കുറച്ചേ വേണം ഒഴിച്ച് ചേർക്കാൻ വേണ്ടി. ഈ ബാറ്റർ ഒരുപാടങ്ങ് തിക്കും ആകരുത്, അതേപോലെ ഒരുപാടങ്ങ് ലൂസും ആകാൻ പാടില്ല. അപ്പം ടോട്ടൽ ഞാൻ 2 കപ്പ് മാവിന് 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്ര നന്നായിട്ട് സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കിയാലും കട്ടകളൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ കാണും. നമുക്ക് കടലമാവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ മിക്സിയിൽ ജാറിലിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് നമുക്കത് പൊടിഞ്ഞെല്ലാം കിട്ടും, ആ കട്ടകളെല്ലാം പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു അരിപ്പത്തവി വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഇതേപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഒന്നിച്ച് വെക്കരുത്. ഒന്നിച്ച് വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചാലും സാരമില്ല, നമ്മൾ പിന്നീട് അത് മിക്സിയിലേക്ക് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ വറുത്തെടുക്കുമ്പം ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ 2 തവി വീതമാണ് ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കുന്നത്. അതേപോലെ ഇത് ഒരുപാടങ്ങ് മൊരിഞ്ഞ് നിൽക്കാൻ കാത്തു നിൽക്കരുത്. ഒരുപാട് മൊരിഞ്ഞ് അത് ഹാർഡായിപ്പോവും. അത് നമ്മുടെ ലഡു നല്ല ഹാർഡായിപ്പോവും. അതുകൊണ്ട് ഒരു പരുവത്തിന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യ ട്രിപ്പ് മൊരിഞ്ഞ് കഴിഞ്ഞ് ഞാനത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്ത ട്രിപ്പും ഇതേപോലെ മാവ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. കാരണം ഒരുപാട് നേരം മൊരിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ മാവെല്ലാം ഞാൻ വറുത്തെടുത്തു. ഇനി ഞാനിത് മിക്സിയിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉരുള പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 തവണയായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മാവെല്ലാം ഇതേപോലെ തരിയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് ചേർക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ ആവശ്യമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കാഷ്യൂനട്ടൊന്ന് വറുക്കാം. അതിനുശേഷം നമുക്ക് കിസ്മിസും കൂടെ ചേർക്കാം. നമുക്ക് കയ്യിലുള്ള ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താലും മതി, ആവശ്യത്തിന് മധുരം കിട്ടും. ഞാൻ ഇപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പം 1/4 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അഥവാ 1 കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 1/4 കപ്പിലും താഴെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് വെള്ളം ഒരല്പം കൂടുതലാണെങ്കിൽ തോന്നുന്നു. അപ്പം ഇത് 1.5 കപ്പിന് ഞാൻ 1/2 കപ്പ് ഒഴിച്ചത്. 1/2 കപ്പ് വേണ്ട, 1/4 കപ്പ് മതി കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ച് നമുക്കിത് നന്നായിട്ട് ഒരു നൂൽ പരുവത്തിൽ കുറുക്കിയെടുക്കാം. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട. നമ്മൾ തൊട്ട് നോക്കുമ്പം ഒരു പശ പോലെ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ആ പരുവത്തിൽ നമുക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ലായനി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഈ ബാക്കി വരുന്ന വെള്ളം മൊത്തം ഈ മാവ് വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫുഡ് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിനി തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഉരുളയാക്കി എടുക്കാം. തണുക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കാപ്പൊടി നമുക്ക് വേണമെങ്കിൽ മാവ് വറുത്തെടുത്ത് ആ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ചേർത്തത്. അപ്പോൾ അതൊന്നും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പഞ്ചസാര ലായനി തയ്യാറാക്കുമ്പോൾ വെള്ളം അധികമാകാതെ നോക്കുക. അതുപോലെ 1 കപ്പ് അതുപോലെ പഞ്ചസാരയ്ക്ക് 1/4 കപ്പിലും താഴെ 1/4 കപ്പിൻ്റെ പകുതി വെള്ളം മതിയാവും. അപ്പം നമ്മുടെ വറുത്ത മാവെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുള പിടിക്കാം. ഈ ഉരുള പിടിച്ചേക്കുന്ന മാവ് സെറ്റായി കിട്ടാൻ 1 ദിവസം വേണം കേട്ടോ. പിറ്റേ ദിവസമാകുമ്പോൾ നല്ല ഉറങ്ങിയിരിക്കും മാവ്. അല്ലെങ്കിൽ 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കി എടുത്താൽ മതി. ഉരുളയെല്ലാം ഉരുട്ടിയെടുത്തു. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണേ.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്